നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് 74-ാം വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. അടുത്ത കാലത്തായി അദ്ദേഹം ചെയ്ത ഓരോ കഥാപാത്രത്തിൽ നിറഞ്ഞു നിന്ന വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധയും കയ്യടിയും ഒക്കെ നേടിയിരുന്നു. ബ്രഹ്മയുഗം, റോഷാക്ക്, കാതൽ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം മമ്മൂട്ടിയിലെ നടനെന്ന വീണ്ടും ഊതിക്കാച്ചി നമുക്ക് കാണാൻ സാധിക്കുകയായിരുന്നു. നൻപകൽ നേരത്ത മയക്കുമൊക്കെ തന്നെ എടുത്തു പറയേണ്ടതാണ്. അത്രയ്ക്ക് അനായാസവും ഗംഭീരവുമായ അഭിനയമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഏറെ പ്രേക്ഷകർക്ക് വകയുള്ളവ തന്നെയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് ഇപ്പോൾ താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. റമദാൻ കാലം കൂടി ആയതിനാൽ തന്നെ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ്. ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തുന്നത്. ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകളിൽ ചൂണ്ടിക്കാട്ടിയത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമെന്ന പ്രചാരണം ശക്തമാവുകയായിരുന്നു. നടനുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുപറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായും ഇയാൾ മറുപടി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സൈബർ ഇടങ്ങളിൽ പലതരത്തിലുമുള്ള പ്രചരണം നടക്കുന്നുമുണ്ട്. താരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടെന്നും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെ പല വിധത്തിലാണ് പ്രചാരണം നടത്തിയത്. തുടർന്ന് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് മമ്മൂട്ടിക്ക് നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടയ്ക്ക് ശ്രദ്ധിക്കുന്ന അവസ്ഥ വന്നു. ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കൂടുതൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമാണ് എന്ന ഡയഗ്നോസ് ചെയ്തതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് അത്ര ഗൗരവമുള്ളതല്ല എന്നും നിസ്സാര പ്രശ്നമാണ് എന്നുമാണ് അറിയാൻ മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത്. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. വാപ്പച്ചിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. തുടർ ചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം. റമദാൻ കാലം കഴിഞ്ഞതിനു ശേഷം അധികം താമസിക്കാതെ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകും. റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥയാണ് താരത്തിന് എന്നാണ് അറിയാവുന്നത്. നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിച്ച അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് PR ടീം അതേസമയം അറിയിക്കുകയാണ്. റംസാൻ വ്രതം കാരണം സിനിമാ ഷൂട്ടിംഗിൽ നിന്ന് താൽക്കാലികമായി ഇടവേള എടുത്തതാണെന്നാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്ഥിരീകരിച്ചു. എന്നാൽ ഈ ഊഹാപോഹങ്ങൾ സത്യമല്ല എന്നും മമ്മൂട്ടി ആരോഗ്യവാനാണ് എന്നും റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തന്റെ തിരക്കേറിയ ഷൂട്ടിംഗിൽ നിന്ന് ഇടവേള എടുത്തത് എന്നും വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന്റെ PR ടീം. അത് വ്യാജ വാർത്തയാണ്. റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ അദ്ദേഹം അവധിയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് മടങ്ങുമെന്നും മമ്മൂട്ടിയുടെ PR ടീം മീഡിയ ഡേ പത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ കുടുംബം ഈ വാർത്തകളോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല. നിലവിൽ മമ്മൂട്ടി ചെന്നൈയിലാണ് ഉള്ളതെന്നാണ് സൂചന. കുടലിലെ പ്രശ്നത്തിന് ചികിത്സ എടുക്കുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഇതൊന്നും PR ടീം സ്ഥിരീകരിച്ചിട്ടുമില്ല. റമദാൻ കാലം കൂടി ആയതിനാലാണ് ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരുന്നത്. ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളും എത്തിയത്. ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകളിൽ ചൂണ്ടിക്കാട്ടിയത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമെന്ന പ്രചരണം ശക്തമാവുകയായിരുന്നു. നടനുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മാറ്റിവെച്ചതോടുകൂടിയാണ് അഭ്യൂഹം കൂടുതൽ ശക്തമായത്. അദ്ദേഹത്തിന് 74 വയസ്സാണെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യം അദ്ദേഹം അത്രയും രീതിയിൽ നോക്കുന്നതിനാലാണ് ചുറുചുറുക്കോടുകൂടി ഈ ഒരു വയസ്സിലും അദ്ദേഹം നിൽക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ബ്യൂട്ടിയിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലേ ഉള്ള എല്ലാവരുടെയും ചോദ്യമാണ് മമ്മൂക്ക എങ്ങനെയാണ് ഈ ആരോഗ്യം ഈ സൗന്ദര്യം ഒക്കെ തന്നെ നിലനിർത്തുന്നത് എന്നാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചിട്ടയായ ഭക്ഷണ രീതി, ചിട്ടയായ ആരോഗ്യ രീതി, ശൈലി ഇവയൊക്കെ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരോഗ്യത്തിനൊക്കെ തന്നെ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായി ചികിത്സ തേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും PR ടീം ഇതിനെല്ലാം തന്നെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും കുടുംബം ഏതായാലും പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ ദുൽഖർ സൽമാന്റെ എങ്കിലും പോസ്റ്റ് വരേണ്ടതാണ്. ഇത്തരം തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം വാർത്തകൾ വരേണ്ടതാണ് സാധാരണ.
സാധാരണഗതിയിൽ. പക്ഷേ ഇതുവരെയും ദുൽഖർ സൽമാനും പ്രതികരിച്ചിട്ടില്ല. ഏതായാലും മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസമാണ് എ ആർ റഹ്മാൻ, പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പെട്ടെന്നുണ്ടായ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചത്. അദ്ദേഹം എല്ലാവർക്കും ആശുപത്രി വിട്ട ശേഷം അദ്ദേഹം എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സൈബർ ഇടങ്ങളിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും വരുന്നുണ്ട്. താരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടുവെന്നും ആന്റിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെയാണ് പല വിധത്തിലുള്ള പ്രചാരണം വന്നത്. ഇതേ തുടർന്ന് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചില കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാവുകയും എന്നാൽ പിന്നീടാണ് PR ഈ കാര്യത്തിൽ ഒരു തെറ്റായ പ്രചാരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നടക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഏതായാലും ഈ തുടർ ചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം എന്നൊക്കെ വാർത്തയും വന്നിരുന്നു. എന്നാൽ ഇതിലൊന്നും തന്നെ റിപ്പോർട്ടുകൾ വരുന്നില്ല. എന്നാൽ ഇന്ന് മമ്മൂട്ടിയുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ ഇന്ന് അപ്പോളയിൽ ആരംഭിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. സ്ഥിരീകരണം വരുന്നില്ല. PR പറയുന്നുണ്ട് ഇത് തെറ്റായ വാർത്തയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ആധികാരികമായി ആരും തന്നെ പ്രതികരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ദുൽഖർ സൽമാൻ അടക്കമുള്ളവർ പ്രതികരിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള രോഗമാണെങ്കിൽ പോലും അതിന് പുറത്തറിയിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും അത് അറിയിക്കേണ്ടയോ പറയേണ്ടയോ ഒരു തരത്തിലുള്ള ആവശ്യവുമില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ കൂടി തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വ്യക്തമായി അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുക്കുമെന്ന കാര്യത്തിലും ആർക്കും ഒരു സംശയവുമില്ല. ഏതായാലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഉണ്ടാകുന്ന ഓരോ വാർത്തയും ശ്രദ്ധാലുവായി തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്തായാലും മറ്റ് പേടിക്കാനുള്ള കാര്യമൊന്നും തന്നെ ഇല്ല. അദ്ദേഹം മികച്ച ആശുപത്രിയിൽ, ചെന്നൈയിലെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ ഒന്നാണ് അപ്പോളോ ആശുപത്രി എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് അദ്ദേഹം ചികിത്സ തേടുന്നത്. മമ്മൂട്ടി നായകനായ മഹേഷ് നാരായണ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂൾ ഈ മാസം അവസാനത്തേക്ക് നീട്ടിയിട്ടുണ്ട്. അതേസമയം മറ്റ് താരങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് വരികയാണ്. ഇപ്പോൾ അധികം താമസിക്കാതെ മമ്മൂട്ടി ഈ സിനിമാ ചിത്രീകരണത്തിൽ സജീവമായി രംഗത്ത് വരും. മമ്മൂട്ടിയുടെ ആരാധകരടക്കം അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നും ഉടൻ സിനിമയിൽ സജീവമാകുമെന്നും പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതുതന്നെയാണ് പ്രതീക്ഷയായി മാറുന്നത്. വ്യാജ വാർത്ത, അതായത് മുമ്പ് ഒരു പ്രശ്നത്തിൽ ജയസൂര്യ പറഞ്ഞതുപോലെ തന്നെ സത്യം സഞ്ചരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ കള്ളത്തിന്റെ ചെരുപ്പിട്ട കളവ് ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വ്യാജ വാർത്തകൾ പടരാൻ അധികം നിമിഷം വേണ്ട, കത്തിപ്പടരാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ പ്രതികരിക്കേണ്ടത് എന്നുകൂടിയുള്ളതാണ്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമല്ല, വഷളാകാതെ തുടരുന്നു എന്നാണ് PR ടീമിന്റെ വിശദീകരണം.